തിരുവനന്തപുരം ജില്ലയിൽ 5 മുതൽ 8 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് UDF വിലയിരുത്തൽ. സിറ്റിംഗ് സീറ്റായ കോവളത്തിന് പുറമെ തിരുവനന്തപുരം സെൻട്രലിലും നെയ്യാറ്റിൻകരയിലും വിജയം ഉറപ്പാണെന്ന് UDF കണക്കുകൂട്ടുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും ഭരണവിരുദ്ധ വികാരവും വോട്ടിംഗിൽ പ്രതിഫലിച്ചു എന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ആകെയുള്ള 14 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ UDFനൊപ്പം നിന്നത് കോവളം മാത്രം. എന്നാൽ ഇത്തവണ കാറ്റ് അനുകൂലമായി വീശിയിട്ടുണ്ടെന്നാണ് UDFന്റെ വിലയിരുത്തൽ. കോവളത്തിന് പുറമെ തിരുവനന്തപുരം സെൻട്രലിലും നെയ്യാറ്റിൻകരയിലും UDF വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര, കാട്ടാക്കട, അരുവിക്കര മണ്ഡലങ്ങളിൽ UDFന് അനുകൂലമായി നാടാർ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടെന്നും കണക്കുകൂട്ടൽ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അനുകൂലമായാൽ വാമനപുരത്തും ചിറയൻകീഴിലും UDF വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കടുത്ത ത്രികോണ മത്സരം നടന്ന വട്ടിയൂർക്കാവിൽ BJP വോട്ടുകൾ പൂർണ്ണമായും ശ്രീലേഖയ്ക്ക് പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. ഈ വോട്ട് ആർക്ക് അനുകൂലമാകും എന്നതിനെ അടിസ്ഥാനമാക്കിയാകും K മുരളീധരന്റെ ജയം. ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം ഭൂരിപക്ഷ സമുദായ വോട്ടുകളിൽ കടന്നുകയറ്റം നടത്താൻ മുരളിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും വിജയിച്ചു കയറാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലും BJP പിടിക്കുന്ന വോട്ടുകൾ UDFന്റെ ജയപരാജയങ്ങളിൽ നിർണായകമാകും. മീഡിയ 1 തിരുവനന്തപുരം.